KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിൽ പ്രതികരണവുമായി പി കെ ശശി. രാജിവെച്ചത് ആരെയും സമ്മർദ്ദത്തിലാക്കാനല്ല, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിവെച്ചതെന്നും പി കെ ശശി പറയുന്നു. ആ പ്രതികരണത്തിൽ ആരെയും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയല്ലല്ലോ രാജിവെക്കുന്നത്. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറുള്ള ഒരു പാർട്ടി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരാശങ്കയും എനിക്കില്ല. ആരെയും സമ്മർദ്ദത്തിലാക്കുന്നതല്ല, തികച്ചും വ്യക്തിപരമായ കാരണം കൊണ്ടാണ്. തുടർന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴുള്ള നിങ്ങൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇന്ന് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഡോക്ടർ, KTDC മികച്ച രീതിയിൽ നയിച്ച ഒരു ചെയർമാൻ എന്ന രീതിയിൽ താങ്കളുടെ രാജി മുഖ്യമന്ത്രി സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അദ്ദേഹത്തിന് KTDCയുടെ ചുമതല ഏറ്റെടുത്ത സന്ദർഭത്തിൽ എന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉള്ള ധാരണ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കറിയാം. പക്ഷേ രാജി കൊടുത്തത് ഞാനാണല്ലോ. അതുകൊണ്ട് രാജി സ്വാഭാവികമായിട്ടും അവർ സ്വീകരിക്കണമല്ലോ. ഷാരിഖ് നവാസ് പാലക്കാട് വിവരങ്ങളുമായി. ഷാരിഖ്, എന്താണ് ഈ വ്യക്തിപരമായ പ്രശ്നം? മുന്നണി മാറ്റത്തിനുള്ള കളമൊരുക്കലാണോ ഈ പറയുന്ന വ്യക്തിപരമായ പ്രശ്നം? മറ്റെന്തെങ്കിലും വിട്ടു പറയുന്നുണ്ടോ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻ പി കെ ശശിയുടെ? സുഹേൽ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുന്നണി മാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് പി കെ ശശി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ശശിയെ പോലുള്ള ഒരു നേതാവ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു രാജിവെക്കുന്നതും അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിയിലേക്കുള്ള ചരട് നീക്കമൊക്കെ നടത്തുന്നത് UDFന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ തന്നെയാണ് ശശിയുടെ ഈ പുതിയ മാറ്റത്തിനുള്ള കാരണം എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം അല്പസമയം മുമ്പ് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പി കെ ശശി CPMന്റെ ജില്ലാ നേതൃത്വം ആലോചിച്ചിട്ടല്ല ഈ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്ന് പറയുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശശി പാർട്ടി മെമ്പർഷിപ്പ് രാജിവെക്കില്ല എന്ന് തന്നെ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്നാൽ ശശിയുടെ നീക്കങ്ങളെല്ലാം മറ്റൊരു തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന ഒരു CPIMന്റെ വിമത അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാൻ തന്നെയാണ് പി കെ ശശിയുടെയും അതുപോലെ തന്നെ അനുയായികളുടെയും നീക്കം. ഉടനെ തന്നെ അവർ വിമത കൺവെൻഷൻ ഉൾപ്പെടെ പാലക്കാട്ട് വിളിച്ചു ചേർക്കാനാണ് തീരുമാനം എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പുതിയ പാർട്ടിയുമായി സഹകരിച്ച് ശശി മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് UDFന്റെ ഭാഗമായി ചേരാനാണ് സാധ്യത. അത്തരത്തിൽ UDFന്റെ ഭാഗമായാൽ ഒറ്റപ്പാലത്തോ അല്ലെങ്കിൽ ഷൊർണൂരോ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് രാഷ്ട്രീയപരമായി ഇതിനെ കാണാൻ കഴിയുക. അത്തരത്തിൽ ശശിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഒരു മുൻകൂട്ടിയുള്ള പ്ലാനിംഗ് അനുസരിച്ച് തന്നെയാണ് എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തി രാജി സമർപ്പിച്ച ശേഷമാണ് ശശി ഇന്ന് പാലക്കാട് എത്തിയത്. അദ്ദേഹം ആരോഗ്യനില അതായത് അദ്ദേഹത്തിന് അസുഖമാണെന്നൊക്കെ പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്നാണ് നേരെ വീട്ടിലേക്ക് എത്തിയത്. അസുഖമാണെന്ന്, പനി ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹം അടിക്കടി ഈ പറയുന്ന ശശി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഈ അടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് പരിപാടിയിൽ പോയി പങ്കെടുത്ത് കോൺഗ്രസിനെ പ്രശംസിച്ച് നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിലൊന്നും ഒരു വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല. അതിനോടൊപ്പം തന്നെ ശശിക്കെതിരെ ഉയർന്ന പല വിമർശനങ്ങളും പാർട്ടി പ്രതിരോധത്തിന്റെ കോട്ട തീർത്ത് നമ്മൾ കണ്ടതാണ്. ഈ പ്രിവിലേജുകളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊടുത്ത സ്ഥാനം രാജിവെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി ഇനി എന്തെന്ന പ്ലാനിൽ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മത്സരിക്കുക എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും സുഹേൽ, കാരണം ഇത്തരത്തിൽ ഒരു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഇത്തരത്തിലൊരു പെട്ടെന്ന് KTDC ചെയർമാൻ സ്ഥാനം ഇനിയും ഒരു 2 മാസം അതിന്റെ കാലതാമസം നിലനിൽക്കുകയാണ് ഈ പെട്ടെന്നുള്ള ഒരു രാജി. അപ്പോൾ ഈ പുതിയ പാർട്ടിയിൽ ചേരാനുള്ള ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഈ CPIMനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ്. കാരണം ശശി 2 വർഷമായിട്ട് ബ്രാഞ്ച് അംഗമായി തരം താഴ്ത്തപ്പെട്ട് അതിൽ അദ്ദേഹത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശശിയുടെ അനുയായികൾ ഇവിടെ UDFന്റെ ഭാഗമായി മത്സരിച്ചിരുന്നു. അവർ വലിയ നേട്ടം കൊയ്തിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പൊ അത്തരത്തിലുള്ള നീക്കങ്ങളല്ല ശശിയും അതുപോലെ തന്നെ ശശിയുടെ പിന്നിലുള്ള ഒരു വലിയൊരു സംഘം തന്നെ ഈ ശശിയെ ബ്രാഞ്ച് അംഗമായി തരം താഴ്ത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഒരുപാട് തവണ ശശി തന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കണമെന്ന് ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. എന്നാൽ അനുകൂലമായ ഒരു നടപടിയും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അപ്പോൾ ശശി പാർട്ടി വിടില്ല എന്ന് CPIM ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിലേക്ക് മാറാൻ തന്നെയാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രകടിപ്പിച്ച ശശി ഇപ്പോൾ ഏറ്റവും ഒടുക്കം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഇനി എന്തെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പി കെ ശശിക്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറയാനില്ല. ഇടതുമാരെ വലത്തോട്ടേക്ക് കളം മാറി ചവിട്ടാണ് സാധ്യത എന്ന് രാഷ്ട്രീയം വീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.